ഞാൻ വിൻസെൻ്റ് തോമസ്. എൻ്റെ പേര് സൂസൻ വിൻസെൻ്റ്. ഞങ്ങൾക്ക് 3 മക്കളാണ്. സനിക, സ്നേഹ, സിയ. ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. സ്കൂളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾ കൂടെ ഇല്ല. ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് കരിമണ്ണൂരാണ് ഞങ്ങളുടെ താമസം. ഞങ്ങളുടെ വീടും തറവാടും ഒക്കെ ഉള്ളത്. വീട് എന്നൊരു സ്വപ്നം എല്ലാവരെയും പോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്കായിട്ട് ഉണ്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് ഈ അടുത്ത് സാക്ഷാത്കരിക്കപ്പെട്ടു. നാട്ടിൽ ഒരു വീട് എന്നുള്ളത് വൈഫിൻ്റെയും കുഞ്ഞുങ്ങളുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് തുടങ്ങാമെന്ന് പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഓൺലൈനിലൊക്കെ ഒന്ന് കയറി സെർച്ച് ചെയ്യുകയുണ്ടായി. ഞങ്ങൾക്ക് ആദ്യമേ തന്നെ വുഡ്നെസ്റ്റിൻ്റെ ഒരു ഇതാണ് കിട്ടിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യം കോണ്ടാക്റ്റ് ചെയ്യുന്നത് അലനെയാണ്. ആദ്യത്തെ ഒരു കോൺവെർസേഷനിൽ തന്നെ നമുക്ക് നമ്മുടെ ഐഡിയകളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അലനുമായിട്ട് പ്ലാനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ഞങ്ങൾ ശരിക്കും അലനെ കാണുന്നത് വീടിൻ്റെ ഒരു സ്ട്രക്ചറും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ഞങ്ങൾ എന്താഗ്രഹിച്ചോ അത് അലനുമായിട്ട് ഷെയർ ചെയ്യാനും, ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും നന്നായിട്ട് ആ വർക്ക് സിങ്കായിട്ട് നന്നായിട്ട് പോയി. അത് വലിയൊരു ഗുണമായിരുന്നു. ഞങ്ങൾ എന്ത് പറയുന്നോ അത് ഞങ്ങൾക്ക് ചെയ്തു തരികയായിരുന്നു വുഡ്നെസ്റ്റ് ചെയ്തത്. അതിവിടെ എടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സാധാരണ ഉള്ള ഒരു രീതികളല്ലായിരുന്നു വുഡ്നെസ്റ്റിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയത്. അലനുമായിട്ടുള്ള സംസാരത്തിൽ തന്നെ ഞങ്ങളൊരു ഡിസിഷൻ എടുത്തായിരുന്നു. ഞങ്ങളുടെ പ്രൊജക്റ്റ് വുഡ്നെസ്റ്റുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് തന്നെ ഞങ്ങളൊരു തീരുമാനമെടുത്തിരുന്നു. അതിനുശേഷം വുഡ്നെസ്റ്റ് ഞങ്ങളുടെ സൈറ്റ് വന്ന് കണ്ട് അതിനുശേഷം ഓരോ റിക്വയർമെൻറ്റ്സും അവരുമായിട്ട് സംസാരിക്കുകയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് അവർ എല്ലാ കാര്യങ്ങൾ ചെയ്തു തരികയും പ്ലാൻ മാറ്റേണ്ട അടുത്ത് മാറ്റുകയും ഓരോരോ കാര്യങ്ങളും ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഞങ്ങളുടെ ആഗ്രഹപ്രകാരം ചെയ്തു തന്നു. ഞങ്ങളുടെ വീടിന് ഫ്രണ്ട് പോർഷൻ നല്ല ഒരു സിറ്റ് ഔട്ട് വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഉള്ളിലൊക്കെ ആണെങ്കിൽ തന്നെയും കയറി വരുന്നത് ഒരു നല്ല സ്പേഷ്യസ് തോന്നിക്കത്ത രീതിയിലുള്ള ഒരു പ്ലാനായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഒരു ഓപ്പൺ കിച്ചണും ആ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഒരാഗ്രഹമായിരുന്നു വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ നല്ലൊരു വരാന്ത ഒക്കെ ഉണ്ടാകണം എന്നുള്ളത്. അതിന് കാരണം ഒരുപക്ഷെ ഞങ്ങളുടെ തറവാട് വീട്, ഞങ്ങൾ ജനിച്ചു വളർന്ന വീടിന് ചുറ്റിനും വരാന്തയുണ്ടായിരുന്നു, വലിയ വരാന്തകളൊക്കെ ഉണ്ടായിരുന്നു. ആ ആഗ്രഹമൊക്കെ മനസ്സിൽ കടന്നതുകൊണ്ടാണ് ഞങ്ങളുടെ വീടിനും ഒരു ഫ്രണ്ട് പോർഷൻ നല്ല വരാന്ത കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഫോർമൽ ലിവിങ്ങിൽ ആയാലും നല്ല സ്പേഷ്യസ് തോന്നത്തക്ക രീതിയിൽ വേണമെന്നും ഡബിൾ ഹൈറ്റ് ഉണ്ടാവണമെന്നൊക്കെ ഞങ്ങളിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫാമിലി ലിവിങ്, ഡൈനിങ് ഹാള്, അങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് നന്നായിട്ട് ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ ഓപ്പൺ കിച്ചണും ഒക്കെ ഒരു ആഗ്രഹമായിരുന്നു. ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ റൂമുകളിലോട്ട്, ബെഡ്റൂമുകളിലോട്ട് പോകുന്ന അവിടെ ഞങ്ങളൊരു വരാന്ത അലനോട് പറയുകയുണ്ടായി. അത് ഞങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നു. അതിൽ എൻഡിലായിട്ട് ചെറിയൊരു കോർട്ട്യാർഡ് പോലെ ഫ്രഷ് എയറൊക്കെ കയറത്തക്ക രീതിയിൽ നമുക്ക് വായിക്കാനും പേപ്പർ വായിക്കാനും മറ്റ് സൗകര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു ചെറിയ സിറ്റ് ഔട്ട് പോലെ അവിടെ ക്രമപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഫാമിലി ലിവിങ്ങിൽ നിന്നും ജസ്റ്റ് പുറത്തേക്ക് ഒന്ന് ഇറങ്ങാനും അവിടെ നിന്ന് നല്ല ഫ്രഷ് എയർ ഉള്ളിലോട്ട് വരത്തക്ക രീതിയിലൊരു ഓപ്പൺ സ്പേസ്, ചെറിയൊരു ഗാർഡനൊക്കെ ആയിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ
ഇപ്പോൾ നമ്മൾ അടുക്കള ആണ് നമ്മൾ പോകുന്നത്. അടുക്കള ഞങ്ങൾ അവിടുത്തെ പോലെ തന്നെ ഞങ്ങൾ വൈറ്റാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഞങ്ങൾ സ്വിറ്റ്സർലൻഡിലും ഞങ്ങളുടെ വീട് എല്ലാം വൈറ്റാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് ഞങ്ങളുടെ ഒരു ഇത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെയും അതുപോലെ തന്നെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. ഞങ്ങൾ അവിടുന്ന് പല സാധനങ്ങളും അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പാത്രങ്ങൾ വയ്ക്കുന്ന പല സാധനങ്ങൾ പല ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം അലനോട് പറഞ്ഞു, അന്നെ എല്ലാം തന്നെ ഞങ്ങൾക്കെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ എന്ത് കൊണ്ട് കൊടുത്താലും അവരത് ചെയ്തു തരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷം. മെയിൻ കിച്ചനോട് ചേർന്നിട്ട് തന്നെ ഒരു സെക്കൻഡ് കിച്ചൺ ഉണ്ട്. അത് കിച്ചണും ഞങ്ങളുടെ ഒരു സ്റ്റോർ റൂമും ആയിട്ടാണ് ഞങ്ങളത് കരുതിയിരിക്കുന്നത്. കോമൺ കിച്ചൻ്റെയും ഫാമിലി ലിവിങ്ങിൻ്റെയും ഇടയിലുള്ള സ്പേസിൽ ഞങ്ങൾ ഡൈനിങ് ഹാള് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്കായാലും നമ്മളൊരു ചെറിയ ഒരു ഓപ്പണിംഗ് സ്പേസ്, നല്ല ഫ്രഷ് എയറൊക്കെ കയറത്തക്ക രീതിയിൽ നമ്മൾ അവിടെ അത് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ ഞങ്ങളുടെ തറവാട്, എൻ്റെ ബ്രദർ താമസിക്കുന്നതും മമ്മിയൊക്കെ താമസിക്കുന്ന തറവാട് തൊട്ടടുത്താണ്. അപ്പോൾ തറവാടിലോട്ടുള്ളൊരു കാഴ്ചയും ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 3 മുറികളാണ് ഉള്ളത്. അത് വളരെ മിനിമിസ്റ്റിക്കായിട്ടും എന്നാൽ വളരെ എലഗാൻറ്റുമായിട്ടാണ് അതിൽ ഞങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നും നമ്മൾ പിന്നെ മുകളിലോട്ട് പോകുന്നത് മുകളിലത്തെ ഒരു മുറിയിലോട്ടാണ്. അത് കുട്ടികളുടെ ഒരു ആഗ്രഹപ്രകാരമാണ് നമ്മൾ മുകളിൽ ഒരു മുറി പ്ലാൻ ചെയ്തത്. ഞങ്ങളുടെ ഇതിൽ ഒരു ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു പ്ലാനായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഇത് കുഞ്ഞുങ്ങളുടെ ഒരു ആഗ്രഹപ്രകാരം തന്നെയാണ് മുകളിലൊരു മുറി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്നിട്ടൊരു ലിവിങ് റൂമും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങിയാൽ അവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അവിടെ നിന്ന് നോക്കിയാലും നമുക്ക് തറവാട്ടിലോട്ടുള്ളൊരു നല്ലൊരു വ്യൂ കിട്ടും. ഒപ്പം തന്നെ ഒരു ലിവിങ്ങിനോട് ചേർന്നിട്ട് ഒരു ഹോം തിയേറ്ററിനുള്ള സ്പേസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ചെയ്തു വെച്ചിട്ടുണ്ട്. നാട്ടിലില്ലാത്ത ഒരവസ്ഥയിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും പൂർണ്ണതയിലെത്തിയിട്ടില്ല. എന്നാലും നമ്മളൊരു സ്പേസ് മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു ഓപ്പൺ ഏരിയയാണ്. അത് ശരിക്കും ഞങ്ങൾ സെലിബ്രേഷൻസൊക്കെ ഒരുപാട് നടത്തുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സ്റ്റേജും ഒരു 100 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഓപ്പൺ സ്പേസ് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ നടക്കുമ്പോൾ നമുക്ക് ആളുകൾക്ക് വരാനും അല്ലെങ്കിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ മുറിക്കുള്ളിൽ നിന്നും മുകളിലോട്ട് പോകണ്ടല്ലോ എന്ന് കരുതി നമ്മൾ പുറമേൽ നിന്നും, എന്ന് വെച്ചാൽ ഒരു കേറ്ററിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ സ്റ്റേജിലോട്ട് കാര്യങ്ങൾ എത്തിക്കാനും വരാനും ഒക്കെ ആയിട്ട് നമ്മൾ മുകളിൽ തന്നെ ഒരു ഓപ്പൺ സ്പേസ് സ്റ്റേജോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഭവനം ഞങ്ങൾ ശരിക്കും 2021 ജനുവരിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അലനുമായിട്ട് ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മാർച്ച് 18 ഞങ്ങളിതിന് തറക്കല്ലിട്ടു. അന്ന് തുടങ്ങി ഓരോ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയി. എടുത്തു പറയത്തക്ക കാര്യം എന്ന് പറയേണ്ടത്, ഏത് തരത്തിലുള്ള ജോലിക്കാരാണേലും ഏത് വിഭാഗത്തിലുള്ള ജോലിക്കാരാണേലും വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധതയോടുകൂടി എല്ലാവരും ഞങ്ങളെ സഹായിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ 14 മാസം കൊണ്ടാണ് ഞങ്ങൾ ഈ വീട് പണി തീർത്തത്. ഇതിൻ്റെ അകത്ത് വുഡ്നെസ്റ്റ് ടീമിനെ ഓർക്കാതെ പോയാൽ അല്ലെങ്കിൽ അവരെപ്പറ്റി ഒരു വാക്ക് പറയാതെ പോയാൽ അതൊരു മോശമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഞങ്ങൾ അലനുമായിട്ട് സംസാരിക്കുകയും ആ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് എന്നോട് ചേർന്ന് അല്ലെങ്കിൽ ഞങ്ങളോട് ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നു. ഓരോ ഐഡിയകൾ പറയുമ്പോഴും അതിനെന്താ കുഴപ്പം, നമുക്കങ്ങനെ ചെയ്യാലോ, അതെന്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട്
കൃത്യതയോടുകൂടി ഞങ്ങളുടെ റിക്വയർമെൻറ്റ്സ് കണ്ട് ഞങ്ങൾക്ക് ചെയ്തു തന്നു. അലൻ്റെ ഐഡിയയും എൻ്റെ ഐഡിയയുമായിട്ട് വളരെ സിങ്കായിട്ട് പോയി എല്ലാ കാര്യങ്ങളും. ഒരിടത്തും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ഈ ടൈം ചേഞ്ചിൻ്റെ, ഞങ്ങൾ സ്വിറ്റ്സർലൻഡിലാണ്, അപ്പം ഈ നാട്ടിലെ ടൈം ചേഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എപ്പോൾ വിളിച്ചാലും ഞങ്ങളെ തിരിച്ച് വിളിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വിളിക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമയം പോലെ ഞങ്ങളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. എല്ലാ രീതിയിലും തുടക്കം മുതലേ ഞങ്ങളെ അവരെ ഓരോരുത്തരുമായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. സൈറ്റ് എഞ്ചിനീയർ മൻസൂർ, ഇതിൻ്റെ വർക്കുകൾ ചെയ്ത വിജിത്ത്, അങ്ങനെ കുറേ ആൾക്കാരുടെ ഒരു ടീം വർക്കായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. അലനോട് ചേർന്ന് നിന്ന, ഞങ്ങളെ സഹായിച്ച, ഞങ്ങളുടെ സൈറ്റിലെ കാര്യങ്ങളെല്ലാം നോക്കിയ മൻസൂർ, ലിനോജ്, സായി, ഒരു എൻ്റയർ ടീം ശരിക്കും അലനോട് ചേർന്ന് നിന്നിട്ടുണ്ടായിരുന്നു. എപ്പോൾ വിളിച്ചാലും എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും ഒക്കെ അവർ തയ്യാറായിരുന്നു. അതിലൊക്കെ ഉപരി ഇതിൻ്റെ ഡയറക്ടേഴ്സായ വിജോയും ജിതിനും നമ്മളെ തന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ആ ടൈം പീരീഡിൽ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈ 16 ഞങ്ങൾ വീടിൻ്റെ വെഞ്ചിരിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ അവർ നമ്മളെ വിളിച്ച് അന്വേഷിക്കുകയും എല്ലാം കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട്. ഈ വീട്ടിൽ ഞങ്ങൾ ഒരു സാധനങ്ങളും വാങ്ങിയിട്ടില്ല. എല്ലാം വുഡ്നെസ്റ്റ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതാണ്. ഓരോ കാര്യങ്ങളായാലും, ഇപ്പോൾ ഡിസൈൻ ആയാലും, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ ഡിസൈൻ, സോഫ, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും അവരുടെ ഡിസൈൻ ഞങ്ങൾക്ക് തരും. ഞങ്ങൾക്ക് ഇഷ്ടമായാൽ ഞങ്ങളത് സെലക്ട് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ അവരോട് പറയുന്നത് ഇങ്ങനെ വേണം, അതല്ലെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഓരോരോ കാര്യങ്ങളും അവർ വളരെ ശ്രദ്ധയോടുകൂടി ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഞങ്ങളുടെ ടൈം പീരീഡിൽ വളരെ സിമ്പിളായിട്ട് എന്നാൽ ഒരു എലഗാൻസി കീപ്പപ്പ് ചെയ്യത്തക്ക രീതിയിൽ അവർ ഞങ്ങളുടെ സ്വപ്ന വീട് വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നു. ഞങ്ങളുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് പോലെ അലനുണ്ടാക്കി. അതിൽ ആവശ്യപ്പെട്ട ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഓരോരുത്തരെ ആൾക്കാരെ ആഡ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അവർ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ഡേറ്റിൽ തന്നെ ജൂലൈ 16 ഞങ്ങൾ ഇതിൻ്റെ ഹൗസ് വാമിംഗ് നടത്തുകയുണ്ടായി. ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളുടെ വീട് ഭംഗിയാക്കി തന്ന വുഡ്നെസ്റ്റ് ടീമിന് ഒത്തിരി നന്ദി. ഒപ്പം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വക എല്ലാവരുടെയും ഒരു നന്ദി വുഡ്നെസ്റ്റ് ടീമിനോട് പറയുകയാണ്. ഞങ്ങളുടെ തുടക്കം മുതൽ ഈ ടീമിനെ ഇവിടെ ഉള്ളവർക്കറിയാം, ഈ ഗ്രാമത്തിലുള്ളവർക്കറിയാം. കാരണം വളരെ സിൻസിയറായിട്ടായിരുന്നു അവരുടെ വർക്കുകളും കാര്യങ്ങളും ഇവിടെ നടന്നത്. രാവിലെ തൊട്ട് രാത്രി 10 മണി വരെ നിന്ന് അവർ ഓരോരോ വർക്കുകളും വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ഞങ്ങളുടെ എല്ലാവർക്കും ഇവരെ അറിയാം. അപ്പം എല്ലാവരുടെയും പേരിൽ വുഡ്നെസ്റ്റ് ടീമിന് ഒരു നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് ഉറപ്പായിട്ടും മറ്റുള്ളവരിലോട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് വുഡ്നെസ്റ്റ്. ഈ അവസരത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ വുഡ്നെസ്റ്റ് ടീമിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു.